ഇന്നത്തെ ഗോസ്പല് ഒത്തിരി ചിന്തിക്കാനായിട്ടുള്ളൊരു അവസരമായിരുന്നു. കാര്യം ഇന്ന് യേശു ധനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഒരു ക്രൈറ്റീരിയ യേശു പറയുകയാണ്, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തതിനൊരു ക്രൈറ്റീരിയ. ഇത് കേട്ടപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവെ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് നിൻ്റെ പിന്നാലെ വന്നിരിക്കുന്നത്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? നല്ലൊരു ചോദ്യമാണ്. എന്ത് കോൺഫിഡൻ്റ് ആയിട്ടാണ് പത്രോസ് ചോദിക്കുന്നത്. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഇങ്ങനെ പത്രോസ് ചോദിക്കുമ്പോൾ യേശു ഒന്നും മനസ്സിലാകാത്ത വലിയൊരു ഉറപ്പ് കൊടുക്കുകയാണ്. പുനർജന്മത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമ്പോൾ എന്നെ അനുഗമിച്ച നിങ്ങൾ ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് 12 സിംഹാസനത്തിലിരിക്കും. അത് കൃത്യമായിരുന്നല്ലോ. പിന്നീട് ഇവരാണല്ലോ സഭയെ നയിക്കുന്നവരും സഭയെ പടുത്തുയർത്തിയവരുമായി തീർന്നത്. പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സ് സ്റ്റക്കായിരിക്കുന്നത് പത്രോസിൻ്റെ ആ ചോദ്യത്തിലാണ്. എത്ര ധൈര്യത്തോടെ പത്രോസ് പറഞ്ഞു, കർത്താവെ, ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിൻ്റെ പിന്നാലെ നിൽക്കുകയാണ്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ചോദ്യത്തിൻ്റെ ഉറപ്പിലാണ് യേശു ഇത്രയും വലിയൊരു വാഗ്ദാനം കൊടുത്തത്. ആ ഉറപ്പ് പാലിക്കപ്പെടുകയും ചെയ്തു. അവർ പോലും ചിന്തിക്കാത്ത നിലയിൽ അവരൊക്കെ എത്തിയിട്ടുണ്ട്. എത്ര ഉറപ്പുണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ക്രിസ്തുവിനോട് പറയാനായിട്ട്. എല്ലാം ഉപേക്ഷിച്ചെന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും? ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളും ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരും ഉപേക്ഷിക്കാൻ കഴിയാത്ത ചില മനുഷ്യരും അതിനേക്കാൾ ഉപരി കുറേ വസ്തുക്കളും ഇനി എൻ്റേതെന്ന് മാത്രം കരുതിയ കുറേ കാര്യങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നത്. അങ്ങനെ ക്രിസ്തുവിൻ്റെ പിന്നാലെ കുറേ സാധനങ്ങളായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ക്രിസ്തു വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ പിന്നാലെ വന്നിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത്രയും വന്നിട്ട് ഒരു കാര്യമില്ല. ആരെങ്കിലുമൊക്കെ എന്നെ പ്രതി പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് 100 ഇരട്ടിയായിട്ട് നിനക്ക് തിരിച്ചു കിട്ടും. നിൻ്റെ വീട് കുറച്ചും കൂടെ വലിപ്പമുള്ളതാകും. നിൻ്റെ അപ്പനും അമ്മയും നീ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറേ അപ്പനും അമ്മയും കിട്ടും. നിനക്ക് ഈ ഭൗതിക സുഖങ്ങളൊക്കെ നീ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും സന്തോഷവും സുഖവും നൽകുന്ന ഒത്തിരി കാര്യങ്ങൾ നിനക്ക് കിട്ടും. പക്ഷേ ഇപ്പോഴും ചോദ്യം അവിടെയാണ് നിൽക്കുന്നത്. നമ്മളെക്കൊണ്ട് ധൈര്യപൂർവ്വം പറയാൻ പറ്റുമോ ഞാനെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന്? ഇങ്ങനെ പത്രോസിനെ പോലെ ഒരു കോൺഫിഡൻസ് നമുക്ക് എന്നുണ്ടാകുന്നു, അന്ന് നമുക്കും ദൈവം ചില വാഗ്ദാനങ്ങൾ നൽകും. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഗോൾ നമ്മുടെ പോസ്റ്റിലാണ്. കൃത്യമായിട്ട് ക്രിസ്തുവിന് മുമ്പിൽ ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ? കർത്താവെ, എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്, ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉത്തരം അതിനേക്കാളും വലുതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോകയിലും പ്രിയനെ നീ മതി, വേണ്ടായി ലോകയിലും പ്രിയനെ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഉറ്റവരായിരുന്നവർ ദേശിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ, ഉറ്റവരായിരുന്നവർ ദേശിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, വിശക്തിയാലെ നിത്യവും, വിശക്തിയാലെ നിത്യവും.
തേടിയതല്ല ഞാൻ നിന്നെ, ആ ക്രൂശിൻ സ്നേഹം തേടി പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ, ആ ക്രൂശിൻ സ്നേഹം തേടി പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്ക് പാടുക ഏറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്ക് പാടുക ഏറ്റു ഞാൻ. മാറുവാനാവതില്ലേ, മാറുവാനാവതില്ലേ. മാറായുണ്ടി വരുവതിൽ സാരമില്ല, മാറായും നാഥനാമേശു. മാറായുണ്ടി വരുവതിൽ സാരമില്ല, മാറായും നാഥനാമേശു. മാറാത്ത വാക്കു തന്നോ മാറുമോ ആയ, മാറാത്ത വാക്കു തന്നോ മാറുമോ ആയവൻ മാറാമധുരമാക്കിടും, മാറാമധുരമാക്കിടും. വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ, ഈശാനമൂലനേറുന്നേ. വിശ്വാസക്കപ്പൽ താഴുമോ ഈ ഉലകിൽ, ഈശാനമൂലനേറുന്നേ. ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും, വിശ്വാസനായക പ്രിയ, വിശ്വാസനായക പ്രിയ. ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേഗം ശ്വാസപ്പോരിൽ നിൽക്കുവാൻ. നിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേഗം ശ്വാസപ്പോരിൽ നിൽക്കുവാൻ. പത്മോസിലെത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, പത്മോസിലെത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം. വിശ്വാസത്യാഗമില്ലാതെ, വിശ്വാസത്യാഗമില്ലാതെ. ലോകത്തിലേകനാശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും ലോകത്തിലേറെ ആശ്രയം എന്നേശു മാത്രം. ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോകയുണ്ടും പ്രിയനെ നീ വരും. വേണ്ടായി ലോകയുണ്ടും പ്രിയനെ നീ വരും. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ.